ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ഇൻഷോട്ടിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ മഴ തോരും മുമ്പേ പരമ്പരയുടെ നാളത്തെ കുറച്ച് പുതിയ വിശേഷങ്ങളൊക്കെ കേട്ട് നോക്കിയാലോ. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകണ്ട. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് നാളത്തെ വിശേഷത്തിലോട്ട് പോകാം. അതിനോടൊപ്പം തന്നെ കൃത്യം 6 മണിക്ക് നമ്മുടെ സാന്ത്വനം 2 നാളത്തെ വിശേഷം ഞാൻ ഇതേ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നാളെ കാണിക്കുന്ന സീനെന്ന് പറയുന്നത് നമ്മുടെ അലീന സ്റ്റാൻലി പപ്പയുടെ വീട്ടിലാണ്. കുറച്ച് ചിട്ടകളും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകുന്നത് അലീനയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. അപ്പോൾ ഓരോന്നിനും ഓരോ സമയങ്ങളാണ്, ചിട്ടകൾ. ഫുഡ് കഴിക്കാനൊരു ടൈം, ഉറങ്ങാനൊരു ടൈം, സംസാരിക്കാനൊരു ടൈം, ഫുഡ് കഴിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള ചില നിയമങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ സ്റ്റാൻലി ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പം അതിനോടൊപ്പം തന്നെ നമ്മുടെ അലീന ഇരിക്കുകയാണ്. അങ്ങനെ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം ചിക്കൻ ഫ്രൈ ഒക്കെ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം അലീന പ്ലേറ്റിലേക്ക് അത് എടുക്കുന്നുണ്ട്. അപ്പം കൈ കൊണ്ട് കഴിക്കാൻ പാടില്ല, അവിടെ കോർക്കും സ്പൂണും ഒക്കെ ഉപയോഗിച്ച് വേണം കഴിക്കേണ്ടത്. ഇന്ന് വരെ തൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു സംഭവം അലീന ഒന്ന് നോക്കിയിട്ടേ ഇല്ല. അങ്ങനെ ഒരു കഴിക്കൽ അലീനയ്ക്ക് അറിഞ്ഞും കൂടാ, അലീന ചെയ്തു നോക്കിയിട്ടുമില്ല. കൈ കൊണ്ട് കഴിക്കുക, അതാണ് തൻ്റെ പതിവ്. അപ്പം അച്ഛൻ്റെ റൂൾ അനുസരിച്ചല്ലേ ഇനിയിപ്പോൾ പറ്റുള്ളൂ. അങ്ങനെ സ്റ്റാൻലി അത് ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എങ്ങനെയൊക്കെയാണ് കഴിക്കേണ്ടതെന്നും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഒരു ചിക്കൻ പീസ് എടുത്ത് അലീന പ്ലേറ്റിൽ വെച്ച് കഴിച്ചുകൊണ്ട് ഈ കോർക്കൊക്കെ വെച്ച് ഇങ്ങനെ കുത്തിപ്പിടിച്ച് അത് കഴിക്കാനായിട്ട് അലീന മാക്സിമം നോക്കുന്നുണ്ട്, കട്ട് ചെയ്യാനും ഒക്കെ ആയിട്ട്. പക്ഷേ നമുക്ക് പതിവില്ലാത്തൊരു കാര്യം ആദ്യമായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ അലീന അത് കഴിക്കാനായിട്ട് ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ ഈ പ്ലേറ്റിൽ നിന്ന് ആ ഒരു പീസ് പെട്ടെന്ന് വഴുതി താഴോട്ട് പോകണം കേട്ടോ, ടേബിളിൻ്റെ സൈഡിലോട്ടാണ്. അപ്പം തന്നെ അലീന പെട്ടെന്ന് ഭയന്നു പോയി കേട്ടോ. അയ്യോ, ടേബിളിൽ നിന്നും പോയി. അപ്പം സ്റ്റാൻലി ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. കഴിക്കുകയാണെങ്കിലും അലീനയുടെ ഈ ഓരോ മൂമെൻറ്റും ശ്രദ്ധിച്ചുകൊണ്ടാണ് സ്റ്റാൻലി ഇരിക്കുന്നത്. അപ്പോൾ ചിക്കൻ പീസ് അങ്ങ് താഴെ പോയത് സ്റ്റാൻലി ഒന്ന് അലീനയെ നോക്കിയാണ്. അപ്പോഴേക്കും അലീന പെട്ടെന്ന് തന്നെ ഭയന്ന് ആ ചിക്കൻ പീസ് പെട്ടെന്ന് താഴെ നിന്ന് ഇങ്ങനെ എടുക്കാൻ പോയതും സ്റ്റാൻലി, നീ എന്താ ഈ കാണിക്കണേ? അപ്പോഴേക്കും നമ്മുടെ ആൻ്റപ്പനും പൗലോസും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം തന്നെ നമ്മുടെ ആൻ്റപ്പൻ പറഞ്ഞു, ഇന്ന് ആ കൊച്ചൻ്റെ കാര്യം തീർന്നു, ഇന്ന് അതിൻ്റെ തുപ്പും പൂടയൊക്കെ പറിച്ചെടുക്കണം മട്ട. കേണൽ സാബിന് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അപ്പോഴേക്ക് സ്റ്റാൻലി ഒച്ചയെടുക്കണേ, ഇതെന്താ താഴെ നിന്നെടുത്ത് എച്ചിൽ കഴിക്കാനാണോ നീ നോക്കണേ? അപ്പം അലീന ഒരു നിമിഷം സ്റ്റാൻലിയുടെ മൂത്തിങ്ങനെ നോക്കി. അതെ, ഇവിടെ വേണ്ട സാധനങ്ങളുണ്ട്. ഇവിടെ എൻ്റെ ഡോഗ്സിന് പോലും താഴെ വീണ സാധനങ്ങൾ ഞാൻ എടുത്ത് കൊടുക്കാറില്ല. ആവശ്യത്തിലധികം സാധനങ്ങളുണ്ടല്ലോ, താഴെ പോയത് പോട്ടെ, അത് വേസ്റ്റ്, അതെടുക്കണ്ട നീ. ഈ നല്ല പീസ് ഒരെണ്ണം എടുത്ത് കഴിക്കുക അലീന എന്ന് പറയണേ. അപ്പോൾ അലീന ഒരു നിമിഷം പറഞ്ഞു, പപ്പേ, എൻ്റെ ജീവിതത്തിൽ ഇതൊന്നും എനിക്ക് അങ്ങനെ കളയാനായിട്ട് പറ്റില്ല. കാരണം ഏകദേശം ഒരു 7 വയസ്സ് പ്രായമുള്ള സമയത്ത് ഇതുപോലെ ഏതോ ഒരു കല്യാണ സ്ഥലത്ത് നിന്ന് ഫുഡ് ബാലൻസ് വന്നു. ആ വന്ന ഫുഡ് നമ്മുടെ അനാഥാലയത്തിൽ കൊണ്ടുവന്നു. അന്നൊക്കെ ഒരു ചിക്കനൊക്കെ ഒന്ന് കഴിക്കാൻ ഞങ്ങൾ ഒത്തിരി കൊതിച്ചിട്ടുള്ള ഒരു കാലമാണ്. നല്ല വസ്ത്രങ്ങൾ, ഫുഡ്, ഇതൊക്കെ. ഒരല്പം കേടായ ഒരു ഫുഡും കൂടെ ആയിരുന്നു. എനിക്ക് കിട്ടിയ ചിക്കൻ പീസ് എൻ്റെ കയ്യിൽ നിന്ന് താഴെ മണ്ണിലോട്ട് വീഴാണ്. ആ മണ്ണിൽ നിന്ന് എടുത്തിട്ട് മണ്ണ് തട്ടിക്കുടഞ്ഞിട്ട് ഞാൻ ആ പീസ് കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ജീവിച്ചതാണ്. എനിക്കപ്പോൾ ഈ ഒരു പീസ് എന്ന് പറയുന്നത് എനിക്ക് വലിയ വിലപ്പെട്ട ഒന്നാണ്. കാരണം എനിക്ക് ഫുഡിൻ്റെ വില എത്രത്തോളം ആണെന്നും അതങ്ങനെ പാഴാക്കി കളയാൻ പാടില്ല എന്നുള്ളതൊക്കെയാണ് ഞാൻ പഠിച്ചിരിക്കുന്നത് പപ്പേ. അതുകൊണ്ട് എന്നോട് ഇങ്ങനെ കളയാനായിട്ട് അത് പറയരുത് പപ്പേ. ഇപ്പം പപ്പയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ശരിയാണ്, പപ്പയ്ക്ക് ഇഷ്ടം പോലെ ഫുഡ് ഇപ്പം ഉണ്ടാക്കാം, അതിനുള്ള പണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു ഇങ്ങനെ, അതായത് ഈ ഒരു രീതിയിൽ ജീവിച്ചു വന്ന എനിക്ക് അതൊരിക്കലും സാധിക്കില്ല പപ്പേ എന്നിങ്ങനെ പറയണം. മതി, നിർത്ത്, നീ ഫുഡ് കഴിക്കുക. അങ്ങനെ അലീന ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അലീനയ്ക്ക് മനസ്സിലായി സ്റ്റാൻലിക്ക് ഇതൊട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം. അലീന മിണ്ടിയില്ല. ആ പീസ് തന്നെ പ്ലേറ്റിൽ എടുത്ത് വെച്ചിട്ട് അലീന കഴിക്കുകയാണ്. സ്റ്റാൻലി നോക്കുന്നുണ്ട്. സ്റ്റാൻലിയുടെ മുഖത്താകെ ദേഷ്യമാണ്. ആൻ്റപ്പനും പൗലോസിനും, ഈ കൊച്ചിനെ എന്നാ കാണിക്കണേ, ഇന്ന് തീർന്ന കണക്ക് തന്നെ. കേണൽ സാബിന് ഒട്ടും അങ്ങോട്ട് രസിച്ചിട്ടില്ല. എന്താ ഇനി ചെയ്യുക? അവർ രണ്ടുപേരും നോക്കി നിന്ന് ഇങ്ങനെ ചിരിക്കുന്ന കണക്ക് നിൽക്കണം കേട്ടോ. കാരണം എന്ത് ചെയ്യണമെന്നുള്ള ഒരു പിടുത്തം കിട്ടണില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് പതുക്കെ പോവാം കേട്ടോ. ഈ സമയം അലീന നേരെ റൂമിലോട്ട് പോവുകയാണ്.
അപ്പോൾ റൂമിലോട്ട് പോയി അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അലീന റൂമിന് ചുറ്റും ഇങ്ങനെ നോക്കുകയാണ്. വല്ലാത്തൊരു ഏകാന്തത, എന്തോ ഒറ്റപ്പെട്ടതുപോലെയുള്ളൊരു ഫീലിങ്സും കാര്യങ്ങളും. എന്ത് ചെയ്യും? എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനോടൊപ്പം ആണെങ്കിൽ ഞാനും രോഹിത്തും ബബിതയും കൃഷ്ണമോളൊക്കെ എന്തൊക്കെ വർത്തമാനങ്ങൾ പറഞ്ഞിട്ടായിരുന്നു ഫുഡൊക്കെ കഴിക്കുന്നത്. ഇതെനിക്ക് ഒട്ടും പറ്റില്ല. ഞങ്ങൾ എന്ത് സന്തോഷത്തോടു കൂടെയായിരുന്നു അവിടെ ആയിരുന്ന സമയത്തൊക്കെ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ അലീന. ആ സമയത്താണ് നമ്മുടെ ആൻ്റപ്പൻ പറഞ്ഞത്, മോളെ പപ്പ അങ്ങോട്ടും വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നെയോ? അലീന ചോദിക്കുകയാണ്. അതെ, മോളെ തന്നെയാണ് വിളിക്കണേന്ന് പറഞ്ഞു. അങ്ങനെ അലീന പതുക്കെ എഴുന്നേറ്റ് റൂമിലോട്ട് ചെല്ലുകയാണ്. റൂമിലോട്ട് ചെന്നപ്പം സ്റ്റാൻലി അവിടെ ഇരിക്കുകയാണ്. സ്റ്റാൻലി പറഞ്ഞു, ഇരിക്കും ഇവിടെയെന്ന് പറഞ്ഞു. അപ്പം അലീന, എന്നെ പപ്പ വിളിച്ചായിരുന്നു? അതേ, വിളിച്ചു എന്ന് പറഞ്ഞു. ഇവിടെ ഇരിക്കാൻ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് എന്തെങ്കിലും സംസാരിക്കാനായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അലീന ചോദിച്ചു, ഇപ്പം സംസാരിക്കാനുള്ള ടൈമാണോ എന്ന് ചോദിച്ചു കേട്ടോ. സ്റ്റാൻലിക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. കാരണം സ്റ്റാൻലിക്ക് മനസ്സിലായി തൻ്റെ റൂൾസിനെ ഒന്ന് കളിയാക്കും പോലെയാണ് അലീന അത് ചോദിച്ചതെന്നുള്ളത്. കാരണം സ്റ്റാൻലി ഒരു പട്ടാളക്കാരനാണ്. ആ പട്ടാള ചിട്ടകളും കാര്യങ്ങളുമാണ് സ്റ്റാൻലി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും പെട്ടെന്ന് പൊരുത്തപ്പെടാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ആൻ്റപ്പനും നമ്മുടെ പൗലോസും നമ്മുടെ ബൈജുവിനൊക്കെ അത് ഒരുവിധം പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. കാരണം ഇത്രയും വർഷങ്ങളായില്ലേ, അവർക്കത് വലിയ കുഴപ്പമില്ലാത്തൊരു കാര്യം തന്നെയായിരുന്നു. അങ്ങനെ അലീന ഇങ്ങനെ ഒരു നിമിഷം നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് അലീനയുടെ ഫോണിലോട്ട് ഒരു കോള് വരികയാണ്. അലീന പെട്ടെന്ന് ആ ഫോണിൽ നോക്കുകയാണ്. അപ്പം കാണാം നമ്മുടെ മനുവേട്ടനാണ് വിളിക്കുന്നത്. അലീനയ്ക്ക് എന്തെന്നില്ലാത്തൊരു സമാധാനം. കാരണം മനുവേട്ടൻ്റെ ആ പേരും ആ കോളും കണ്ടപ്പോൾ അലീന ആ ഫോൺ റിങ്ങി തീരുന്ന മുമ്പ് അത് എടുക്കാനായിട്ട് നോക്കണതും കോള് കട്ടായി പോവാണ് കേട്ടോ. അലീന ഒരു നിമിഷം പെട്ടെന്ന് വിഷമിക്കുകയാണ്. അയ്യോ, മനുവേട്ടൻ്റെ കോൾ എടുക്കാൻ പറ്റിയില്ല. അപ്പോഴേക്ക് സ്റ്റാൻലി ചോദിക്കുകയാണ്, എന്തെങ്കിലും സംസാരിക്കാനുണ്ടോയെന്ന്. അപ്പോൾ അലീന പറഞ്ഞു, എനിക്കൊന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞു. എങ്കിൽ പൊക്കോളാൻ പറഞ്ഞു. അലീന ഒരു നിമിഷം മനസ്സിൽ ചിന്തിച്ചു, ഇത് എന്തപ്പാ ഇത്, എന്ത് റൂളാ ഇത്, ഇതെങ്ങനെ ഞാൻ പൊരുത്തപ്പെട്ട് പോകും? അലീനയുടെ മനസ്സിനും വല്ലാത്തൊരു വിങ്ങലായിരുന്നു. എന്താ അവസ്ഥ അല്ലേ, ഒരു പൊരുത്തപ്പെടാൻ പറ്റാത്തൊരു കാര്യം പോലെ. അങ്ങനെ അലീന പെട്ടെന്ന് റൂമിലോട്ട് പോവുകയാണ്. അപ്പോഴേക്കും നമ്മുടെ മനുവിൻ്റെ ഫോണിലോട്ട് വീണ്ടും അലീന വിളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അപ്പോൾ ഈ സമയം നമ്മുടെ മനു വണ്ടിയോ കാറോ ഓടിച്ച് തിരിച്ച് നമ്മുടെ കൈതക്കൽ വീട്ടിലോട്ട് വരുന്ന സമയമാണ് കേട്ടോ. അനുശങ്കരനെ അലീനെ ആദ്യം വിളിച്ച് കിട്ടാണ്ട് വന്നപ്പോൾ ഒരു വല്ലാത്ത മനസ്സിന് പ്രയാസമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോഴാണ് അലീന തിരിച്ച് വിളിക്കുന്നത്. മനുവിന് എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു. മനു നേരെ ഫോണ്, ഹലോ, ഞാൻ അലീന, മനുവേട്ടനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതേ, എന്തെടുക്കുമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ. മനു നേരെ റൂമിലോട്ട് പോവുകയാണ്. അങ്ങനെ അലീനയായിട്ട് കുറച്ച് നേരം സംസാരിക്കുകയാണ്. അതെ, എങ്ങനെയുണ്ട് പോയ സ്ഥലത്ത്? ഇവിടെ ഞാൻ പപ്പയുടെ അടുത്താണ് മനുവേട്ടാ. എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ വല്ലാത്തൊരു ഒറ്റപ്പെടലും ഒരു ബുദ്ധിമുട്ടുമാണ് മനുവേട്ടാ. എനിക്ക് അങ്ങോട്ട് പൊരുത്തപ്പെട്ട് പോകാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ട്. ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ പൊരുത്തപ്പെടുമായിരിക്കും. അപ്പോൾ മനു പറഞ്ഞു, എനിക്ക് നീ ഇവിടെ നിന്ന് പോയിട്ട് എൻ്റെ പാതി അങ്ങ് പോയതുപോലെ ഒരു ബുദ്ധിമുട്ടാണ്. വല്ലാത്തൊരു ടെൻഷനും സങ്കടവും ഒക്കെയാണ്. മനുവേട്ടൻ വിഷമിക്കേണ്ട കേട്ടോ. അതെ, എനിക്ക് നിന്നെ കാണണമെന്ന് തോന്നുമ്പോൾ ഞാനങ്ങ് ഓടി വരും. അയ്യോ വേണ്ട കേട്ടോ, ചതിക്കല്ലേ. കാര്യം എന്നാണെന്നറിയാവോ, ഇവിടെ ഞാൻ പൊരുത്തപ്പെട്ടൊക്കെ വരുന്നേ ഉള്ളൂ, കുറച്ച് കഴിയട്ടെ. എന്നാൽ നീ എപ്പോഴാണ് ഇനി ഇങ്ങോട്ട് വരണേ? എനിക്കെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് അലീന, നീ ഇവിടെ നിന്ന് പോയിട്ട്. ഇത്രയും ദൂരെ പോയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, മനസ്സിന് ഒന്നും ചെയ്യാൻ, ജോലിയിൽ പോലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക്. അതൊന്നും പാടില്ല. അതെ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ എത്രത്തോളം വലുതും എത്രത്തോളം സ്നേഹമാണ് നീ എന്നുള്ളത്. നീ അങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോൾ ഒരു വല്ലാത്ത ബുദ്ധിമുട്ട്. നീ ഒരിക്കലും ഒറ്റപ്പെട്ടു പോയെന്നൊരു വിചാരം നിനക്ക് വേണ്ട കേട്ടോ അലീന. മനു പറയണ. അതെ, എന്തിനും ഏതിനും നിന്നോടൊപ്പം ഞാനുണ്ടാകും, നീ പ്രയാസപ്പെടല്, വിഷമിക്കാനും പാടില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അലീനയ്ക്ക് നല്ലൊരു ബലവും ഒരു സമാധാനവും സപ്പോർട്ടൊക്കെ നമ്മുടെ മനു കൊടുക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ അലീന പറയുന്നുണ്ട്, ഇല്ല മനുവേട്ടാ, ഞാൻ എന്തായാലും എല്ലാവരെയും കാണാനായിട്ടൊക്കെ വരുന്നുണ്ട്, കുറച്ച് കഴിയട്ടെ, ഇപ്പോൾ എത്തിയിട്ടല്ലേ ഉള്ളൂ മനുവേട്ടാ എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് വെക്കണം. അലീന ഫോൺ കട്ട് ചെയ്ത ശേഷം അലീനയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട്, ഈ ഒരു റൂമിൽ ഒറ്റപ്പെട്ടതുപോലെ ഇങ്ങനെ ഇരിക്കണോ, എന്തോ ഒരു വല്ലാത്തൊരു ഭയവും പേടിയും പോലെ. കാര്യം ഇപ്പോൾ അവിടെ നെടുമ്പുരയ്ക്ക് വീട്ടിൽ വന്നപ്പോഴാണെങ്കിലും മുത്തശ്ശിയോടൊപ്പം ആയിരുന്നു ആദ്യ നാളുകൾ. മുത്തശ്ശി പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ കൃഷ്ണമോള് കൂടെ ഉണ്ടായിരുന്നു. ഒരു പേടിയോ ഭയമോ ഒന്നുമില്ല. ഒരു ഒറ്റപ്പെട്ടതുപോലെയുള്ള ജീവിതം, ജീവിതത്തിൽ തന്നെ ഒറ്റപ്പെട്ടതുപോലെയുള്ളൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു അലീനയ്ക്ക്. അലീന ചുറ്റിനും ഇങ്ങനെ നോക്കി കുറേ നേരം ഇങ്ങനെ ഇരുന്ന് കേട്ടോ. ആ വീട്ടിൽ ആകെ ഒരു ആശ്വാസം എന്ന് പറയണത് അലീനയ്ക്ക് ആ ഡോഗുകളാണ് കേട്ടോ. ആ പട്ടികൾ, നല്ല ഓമനത്തുള്ള പട്ടികൾ, വല്ലാത്തൊരു സ്നേഹമാണ് തന്നോട് കാണിക്കുന്നത്. അങ്ങനെ അലീന അതൊക്കെ ഇങ്ങനെ ഓർത്തിരിക്കുന്ന സമയത്ത് അപ്പം നമ്മുടെ പിന്നെ കാണിക്കുന്ന മനുവിനെയാണ്.
നമ്മുടെ കമല നമ്മുടെ ഗംഗാധരനെയും അതുപോലെ ശിവശങ്കറിനെയൊക്കെ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നുണ്ട്. അപ്പോൾ മനുവും വരികയാണ്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശിവശങ്കരൻ ചോദിക്കുന്നുണ്ട്, എടാ മനു, നീ അവിടെ പോയിട്ട് എന്തായെന്ന് ചോദിക്കുന്നുണ്ട് നെടുമ്പുരയ്ക്കൽ. അപ്പോൾ പറഞ്ഞു, ആൻറ്റിയെ അവിടെ കൊണ്ട് വിട്ടിട്ടുണ്ട് അച്ഛാ. പിന്നെ ആൻറ്റി അവിടെ എന്തായാലും അങ്കിൾ വരുമ്പോൾ ഒരു അടി നടക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതെന്താ ഗംഗാധരൻ ചോദിക്കുന്നത്? അതെ, അലീനയ്ക്ക് എങ്ങോട്ടോ 10-17 ലക്ഷം രൂപയുടെ സ്വർണം മേടിച്ചു കൊടുത്തു, 20,000 രൂപയുടെ ഡ്രസ്സ് മേടിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ലിസ്റ്റും കാര്യങ്ങളെല്ലാം അങ്കിളിൻ്റെ ലാപ്ടോപ്പിൽ നിന്ന് എടുത്ത് വെച്ചുകൊണ്ട് അവിടെ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞു, അങ്കിളിൻ്റെ ഒപ്പം മുട്ടാൻ പോകുമ്പോൾ ആൻറ്റി കിട്ടുന്നത് മേടിച്ച് പ്രതീക്ഷയോടെ ഇരുന്നോണം. കാര്യം എന്ന് വെച്ചാൽ നല്ല രീതിയിൽ തന്നെ അങ്കിൾ തിരിച്ചടിക്കും. അത് കണക്കാക്കി അത് ആ വഴക്ക് നേരിടാൻ റെഡിയായിട്ട് തന്നെ ആൻറ്റി ഇരുന്നോണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്ത് വന്നാലും ഞാൻ നേരിടും. കാരണം എനിക്കറിയണം ഇയാളും ഇവളും തമ്മിൽ, ഈ വേലക്കാരിയായ ഇവൾക്ക് വേണ്ടി ഇത്രയും ലക്ഷങ്ങൾ മുടക്കാൻ എന്ത് ബന്ധമാണ് ബാലചന്ദ്രനുള്ളതെന്നുള്ളത് എനിക്കൊന്ന് അറിയണം. എനിക്കത് അറിഞ്ഞാലേ സമാധാനമുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ശിവശങ്കരൻ പറയുന്നുണ്ട്, ഇവക്കിത് എന്തിൻ്റെ കേടാണ്? അനി ഇവളുടെ പൈസയാണ് എടുത്ത് കൊടുത്തത്. ബാലചന്ദ്രൻ്റെ പൈസയല്ലേ എടുത്ത് കൊടുക്കുന്നത്. അനി ഇവക്ക് എന്താ കുഴപ്പം? അപ്പോഴേക്കും നമ്മുടെ കമല അങ്ങോട്ട് വരികയാണ്. പിന്നെ എന്ത് ബന്ധത്തിൻ്റെ പേരിൽ ഇവക്ക് ഇത്ര ലക്ഷങ്ങൾ? 17 ലക്ഷം രൂപയുടെ സ്വർണ്ണേ, ഒരു ജ്വല്ലറി ഉണ്ടെന്നും പറഞ്ഞ് ഇങ്ങനെ സ്വർണം കളയോ? ഇതൊക്കെ ആ കുട്ടിയൊക്കെ അനുഭവിക്കേണ്ടതാ. ഒരു തുണിക്കട ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് 10-20,000 രൂപയുടെ ഡ്രസ്സും കാര്യങ്ങളും. ഒരു വേലക്കാരിയായിട്ട് നിന്നവളാ. അവസാനം കണ്ടില്ലേ, ഇതൊക്കെ വൈജ എങ്ങനെ സഹിക്കുന്നോ എന്തോ. ഓ പാവം എന്നിങ്ങനെ കമല പറയണം കേട്ടോ. ഇത് കേട്ടപ്പോഴത്തേക്ക് ശിവശങ്കരൻ പറഞ്ഞു, അയ്യോ എൻ്റെ പൊന്നു കമലേ, നീ ഇവിടെ നിന്ന് ചിലയ്ക്കാണ്ട് ഒന്ന് അകത്തേക്ക് പോകാവോ? സമാധാനത്തോടെ മനുഷ്യനിച്ചിരി ഭക്ഷണം കഴിക്കാൻ നീ സമ്മതിക്കുമോ എന്നൊക്കെ ചോദിച്ച് ശിവശങ്കരൻ മുറുമുറുക്കേനെ കേട്ടോ. അപ്പോഴേക്കും മനു ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് എഴുന്നേറ്റ് പോയിട്ടോ. ഈ സമയം നമ്മുടെ ഗംഗാധരൻ നമ്മുടെ മനുശങ്കറിൻ്റെ അടുത്തോട്ട് ചെല്ലുകയാണ്. ചെന്ന് കഴിഞ്ഞിട്ട് ചോദിക്കുകയാണ്, അല്ല നിൻ്റെ മുഖത്ത് എന്തോ ഒരു വല്ലാത്തൊരു വിഷമം പോലെ, അലീനെ കൊണ്ടാക്കാൻ നിനക്കും കൂടെ പോകണമായിരുന്നോ? പറ്റിയില്ലായിരുന്നോ അതിന്? ഇല്ല, അങ്കിളിനോട് ഞാൻ ചോദിച്ചായിരുന്നു, പക്ഷേ അങ്കിളിന് അത്ര ഒരു ഇതില്ല. കാര്യം സ്വന്തം അച്ഛൻ്റെ അടുത്താണല്ലോ പോയിക്കണത്. അപ്പം ഗംഗാധരൻ ചോദിച്ചു, എന്ത്? അതെ, അലീന പോയിക്കണത് വേറെ കൊല്ല വല്യച്ഛ, അവളുടെ സ്വന്തം അച്ഛനായ സ്റ്റാൻലിയുടെ അടുത്താണ് അങ്കിള് കൊണ്ടുവന്നാക്കിയിരിക്കണേ. ഓ ഇനിയിപ്പം എന്തൊക്കെയായി തീരുമെന്തോ, ഒരു പിടുത്തവും. ഇനിയിപ്പോൾ വൈജി എങ്ങാനും ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ അവസ്ഥ? ഒരു ഭൂകമ്പം തന്നെ നടക്കും. എന്താ ഇതൊക്കെ ഇനി എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ഗംഗാധരൻ പറയുന്നുണ്ട്. കാരണം ഗംഗാധരൻ അത് കേട്ടപ്പോൾ വല്ലാത്തൊരു ഷോക്ക്. കാര്യം ഇനിയിപ്പോൾ അലീന അവിടെയാണ് നിൽക്കുന്നത്, അതൊക്കെ വൈജി ഇനി അറിയും. എങ്ങനെയായാലും എത്ര മൂടി വെച്ചാലും ഇത് അറിയാൻ സാധ്യതയുള്ളൊരു കാര്യം തന്നെയാണ്. അങ്ങനെ ഗംഗാധരൻ പറഞ്ഞു, നിൻ്റെ മുഖത്ത് വിഷമം എന്തേ? അപ്പം പറഞ്ഞു, വേറൊന്നുമില്ല വലിച്ച, എനിക്ക് അവളെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ജീവനാണ്. എന്തോ ഇത്രയും ദൂരെ പോയിട്ട് എന്തോ ഒരു വല്ലാത്തൊരു വിഷമവും വെറുപ്പും, അല്ല ഒരു മനസ്സിന് തന്നെ എല്ലാവരോടും ഒരു വെറുപ്പും ദേഷ്യവും ഒക്കെ പോലെ. എന്താണെന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് അവൾ അത്ര ഇഷ്ടമാണ് വലിച്ച. എൻ്റെ ജീവിതത്തിൽ ഇനി എനിക്കറിയില്ല. കാരണം ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും, അവളെ ഒന്ന് കാണാനൊക്കെ ആണെങ്കിലും എന്താ ചെയ്യണേ എന്നൊന്നും അറിയില്ല. അതൊക്കെ ശരിയാവും, നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. എല്ലാം ഒന്ന് സെറ്റിലാവട്ടെ, എന്നിട്ട് നമുക്ക് അതിൻ്റേതായ കാര്യങ്ങളൊക്കെ ചെയ്യാം. നീ അതോർത്ത് ഇപ്പോഴേ ടെൻഷൻ അടിക്കേണ്ടെന്ന് പറയും. ഇതേ സമയം നമ്മുടെ അലീന റൂമിൽ ഇരുന്ന് ചിന്തിക്കുകയാണ്. കാരണം സ്റ്റാൻലി തൻ്റെ പപ്പയുടെ സ്വഭാവ രീതികളൊക്കെ ഏകദേശം അലീന മനസ്സിലാക്കി വരുന്നുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് എങ്ങനെ, ഇനിയിപ്പോൾ മനുവേട്ടനുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിനൊക്കെ ഒരു പക്ഷേ പപ്പ സമ്മതിക്കാണ്ടിരിക്കുമോ? കാരണം എൻ്റെ എല്ലാ കാര്യത്തിലും അന്നും ഇന്നും ഒരുപോലെ എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ആ സ്നേഹം കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല. ഇനി എന്താ അവസ്ഥ എന്നൊന്നും അലീനയ്ക്ക് അറിയില്ല. അങ്ങനെ അലീന അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന നിമിഷങ്ങളാണ്. ഇതേ സമയം നമ്മുടെ ബാലചന്ദ്രൻ പുനലൂർക്ക് ഒരു ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കുകയാണ്. അപ്പോൾ ഇനി വൈജയന്തിയെ നേരിടാനായിട്ടുള്ള എല്ലാ എനർജിയും സംഭരിച്ചിട്ട് വേണം ബാലചന്ദ്രൻ്റെ നെടുമ്പുരയ്ക്കൽ വീട്ടിലോട്ട് കാലുകുത്താനായിട്ട്. അപ്പം അതിൻ്റെ മുന്നോടിയായിട്ടാണ് വൈജ എന്തായാലും റെഡിയായിട്ട് നിൽക്കണം. ഇനിയിപ്പോൾ യുദ്ധം തുടങ്ങിയാൽ മതി. രണ്ട് പക്ഷത്തും രണ്ടുപേരും എത്തിയിട്ടുണ്ട്. ഇനി യുദ്ധം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഈ ഇടയിൽ ഈ അവസ്ഥയിൽ നമ്മുടെ രോഹിത്തിൻ്റെയും ബബിതയുടെയും കൃഷ്ണമോളുടെയും മാനസികാവസ്ഥ എന്തായി തീരുമെന്നറിയില്ല. ഇതേ സമയം നമ്മുടെ സൗദാമിൻ്റെ മുത്തശ്ശി പാവം, ആ കുട്ടി എത്രയോ ദൂരെ പോയിക്കണോ, അതിനെ അംഗീകരിച്ച് എല്ലാവരും ഇവിടെ തന്നെ നിർത്തിയിരുന്നെങ്കിൽ ഈ കുടുംബത്തെ, എൻ്റെ വൈജയുടെ മോള, ഈ കുടുംബത്തിൽ നിൽക്കേണ്ട ഒരു കുട്ടിയല്ലേ, ആരും ഇല്ലാണ്ട് വീണ്ടും വേറെ ഏതോ ഒരു വീട്ടിൽ. എന്തവസ്ഥയത്? ആ കുട്ടിയുടെ ദുരിതം എന്നാ തീരണ ഭഗവാനെ എന്നൊക്കെ പ്രാർത്ഥിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന നമ്മുടെ
നമ്മുടെ സൗദാമിനി മുത്തശ്ശിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇനി വരുന്ന എപ്പിസോഡുകളിലെ പുതിയ വിശേഷങ്ങൾക്കായിട്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ മഴതോരും മുമ്പ് പരമ്പര ഒന്ന് കേൾക്കുക, പ്രൊമോ കേൾക്കുക. കേട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ബൈ ബൈ. ടേക്ക് കെയർ.